ഹായ്, എൻ്റെ പേര് അഞ്ജന. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചിറങ്ങി ഒരു 1 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ അബ്രോഡ് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും OET, IELTS അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരുന്നു. അപ്പോൾ കുറച്ച് വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജർമ്മൻ ചൂസ് ചെയ്തത്. ഫസ്റ്റ് എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം പുതിയൊരു ലാംഗ്വേജാണ്, പുതിയൊരു കൾച്ചർ. അപ്പോൾ അതെനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അബ്രോഡ് പോകണം എന്നുള്ളൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് ഒരുക്കുമായിരുന്നു. B1 വരെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ B2 ഞാൻ ജർമ്മൻ ക്ലബ്ബിലോട്ട് വന്ന് അവിടെയാണ് B2 സ്റ്റാർട്ട് ചെയ്തത്. ജർമ്മൻ ക്ലബ്ബിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സ്പീക്കിങ്ങും അതുപോലെ റൈറ്റിങ് അങ്ങനെ മൊത്തം ലാംഗ്വേജും ഒന്ന് ശരിയായി വന്നത്. B2 അവിടുത്തെ കോഴ്സ് കഴിയുന്ന ടൈമിലാണ് ഡിക്സൺ ഞങ്ങളോട് ടേൺ ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചത്. അവരുമായിട്ട് ഞങ്ങളൊരു ഗൂഗിൾ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു ഭയങ്കര ട്രസ്റ്റ് വർത്തിയായി തോന്നി. അവർ ഞങ്ങളോടുള്ള അപ്രോച്ചും കാര്യങ്ങളും ഞങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ഞങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. അങ്ങനെ ജൂലൈ 13 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ. പക്ഷേ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായില്ല. പിന്നെ അതിനുശേഷം സെപ്റ്റംബറിലായിരുന്നു എൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ. ആ ഒരു ജേണി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ പോയപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു. കാരണം എനിക്ക് കിട്ടിയില്ല. കാരണം മാക്സിമം എഫേർട്ട് ഞാൻ എടുത്തിരുന്നു. പക്ഷേ അതിനുള്ളൊരു ഔട്ട്കം എനിക്ക് കിട്ടാത്തതിൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ടേൺ ഗ്രൂപ്പിൽ സമീർ സാർ, ദേവേന്ദ്ര സാർ, രേവ മാഡം അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ ത്രൂ ഔട്ട് ഈ ജേണിയിൽ അവർ ഫുൾ എനിക്ക് എൻ്റെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും ഒരു 24 hours എപ്പോൾ മെസ്സേജ് അയച്ചാലും നമുക്ക് റിപ്ലൈ തരുന്ന രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ ഒരു സപ്പോർട്ടും ആ ഒരു ബൂസ്റ്റപ്പും കൊണ്ട് എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടി പറ്റി. ഇപ്പോൾ എൻ്റെ പ്രോസസ്സിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. ടേൺ ഗ്രൂപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാനും കരിയർ സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസം ടേൺ ഗ്രൂപ്പിലൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ടേണിലെ എല്ലാ മെമ്പേഴ്സിനോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ബെർലിനിലെ സ്റ്റേഗ്ലിസിലുള്ളൊരു സീനിയർ റെസിഡൻസ് ആൾട്ടൻഹൈമിലാണ്. ഏകദേശം ഇവരെന്നോട് ഒരു 6 to 8 month പ്രോസസ്സിങ് ടൈം എടുക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് ഏകദേശം ഒരു 4 months ഉള്ളിൽ എനിക്ക് പ്രോസസ്സിങ് അവർ ഓൾമോസ്റ്റ് എൻഡിൽ എത്തിച്ചു തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. പെട്ടെന്ന് തന്നെ എനിക്ക് ജർമ്മനിയിലോട്ട് പോകാൻ പറ്റുമെന്നും എൻ്റെ ഫാമിലിയെയും അങ്ങോട്ട് കൊണ്ടുപോകാം, എൻ്റെ ലൈഫ് സെറ്റിലാവാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്. ടേൺ ഗ്രൂപ്പിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇനി അപ്കമിങ് ആയിട്ടുള്ള എല്ലാ നഴ്സസും അവരുടെ ഡ്രീംസ് ജർമ്മനിയിലോട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു.